ഇപ്പോൾ പ്രദേശവാസിയായ ഷൈജു നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ശ്രീ ഷൈജു, നോക്കൂ, നമുക്ക് മനസ്സിലാകുന്നുണ്ട് എത്രത്തോളം ആശങ്കയിലാണ് നിങ്ങൾ എന്നുള്ളത്. ഒരു വലിയൊരു അപകടം തന്നെയാണ് ഇവിടെ ഒഴിവായി പോയിരിക്കുന്നത് എന്നുള്ളത് ഈ ദൃശ്യങ്ങളിൽ നിന്നും നമുക്ക് വ്യക്തമാണ്. ഈ ഒരു സ്ഥലത്തെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ ഈ ഒരു സ്ഥലത്തിന്റെ സാഹചര്യം, ആ ഒരു അവസ്ഥ എങ്ങനെയാണ്? ഇപ്പോൾ നമ്മളെ കൃഷി നടത്തുന്ന സ്ഥലത്ത് തന്നെ ഇപ്പൊ എല്ലാം മണ്ണിന്റെ ഒഴിച്ച് വന്ന് കൃഷി നടത്താൻ പറ്റില്ല. എന്റെ വീട് അതിന്റെ തൊട്ടടുത്താണ്. നമ്മൾ ഇതിന് മുന്നേ ഒരിക്കലും ഒരു സമരം നടത്തിയതാണ്. ഇപ്പൊ അതിനെതിരെ കേസുണ്ട്. ആ കേസ് ഇതുവരെ ഒന്നും ആയില്ല. ഇതെല്ലാം മേഖലക്കാർ അവര് പൈസ കൊടുത്തിട്ട് അങ്ങനെയുള്ള ഒന്ന് ചെയ്യാണ്. എല്ലാം നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. അവിടെ എല്ലാം കൊണ്ട് നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ്. മണ്ണ് ഒലിച്ച് നമ്മളെ കൃഷി നടത്തുന്ന സ്ഥലത്തേക്ക് ഫുള്ള് മണ്ണ് ഒലിച്ച് വന്ന് ഒരു സജ്ജീകരണം ഇല്ലാണ്ടാണ് ഈ മേഖലക്കാർ ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നേരത്തെയും പരാതിപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അന്നൊക്കെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു നടപടി അതെങ്ങനെയാണ്? എല്ലാവരും വന്നു. അവിടെ ജില്ലാ കളക്ടർ വന്നു, നമ്മുടെ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് കുറെ ആൾക്കാർ വന്നു. ഒന്നും ഒരു ഇതില്ല. എല്ലാവരും അവർക്ക് മേഖലക്കാർക്ക് വേണ്ടിയില്ല, അവർക്ക് മണ്ണെടുക്കാൻ വേണ്ടി അവരുടെ എല്ലാ സജ്ജീകരണവും അവർക്ക് ഒരുക്കി കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ മുന്നോട്ട് എങ്ങനെ പോകാനാണ്? കാരണം നിങ്ങളുടെയൊക്കെ സുരക്ഷയെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. ഈ സമാധാനമായി ഒന്ന് ഉറങ്ങാൻ പോലും കഴിയാത്തൊരു സാഹചര്യമാണല്ലോ. അത് തന്നെ, നമ്മളിപ്പോ രാത്രി തന്നെ ഒരു ഉറക്കമില്ലാതെ നമ്മളിങ്ങനെ പേടിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ നമ്മള് ഇന്നലെ തന്നെ അവിടെ ഒരു നടന്നു പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അപ്പോൾ തന്നെ ചെറിയ മണ്ണ് പോകുമ്പോ തന്നെ നമ്മളെ വീട്ടിലെ കുട്ടികൾ എല്ലാവരും പേടിച്ചുകൊണ്ട് ഇങ്ങനെ ഇപ്പൊ പോവോ അച്ഛാ ഇപ്പൊ മണ്ണിടിയോ അങ്ങനെയാ ചോദിക്കുന്നുണ്ടായത്. ആ ഒരു ഭീതി മനസ്സിലാവുന്നുണ്ട്, അതിന്റെ ആഴവും മനസ്സിലാവുന്നുണ്ട്. ഇനിയിപ്പോൾ കൂടുതൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനുള്ളൊരു തീരുമാനം നാട്ടുകാരുടെ ഭാഗത്തു നിന്നുമുണ്ടോ? തീർച്ചയായിട്ടും ഒരു നല്ലൊരു പ്രതിഷേധം നമ്മൾ നടത്താൻ വേണ്ടിയുള്ള തീരുമാനമുണ്ട്. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ഷൈജു പ്രതികരിച്ചതിന്. പ്രദേശവാസിയാണ് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിച്ചത്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.